എത്രത്തോളം അറിയങ്ങൾ നമ്മുടെ പള്ളിയിലേക്ക് ഒരു അമുസ്ലിമായ ഒരാൾ ഒന്ന് മൂത്രമൊഴിക്കാനോ ഒന്ന് അയാൾക്ക് ടോയ്ലറ്റ് പോകാൻ ആവശ്യമായിട്ട് കടന്നു വന്നാൽ പോലും നമ്മൾ തുറന്നു കൊടുക്കണം എന്നാണ്. അവർക്കത് സൗകര്യം ചെയ്തു കൊടുക്കണം. പിന്നെ മുസ്ലിമീങ്ങളായ ഇബാദത്തിന് വരുന്ന ആൾക്കാർ അവർ വരുമ്പോൾ മൂത്രമൊഴിക്കാൻ ഒരാൾക്കെങ്കിലും ഒരു വയറിന് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ പെരി കൂടാൻ പറ്റുമോ? ഒന്ന് ആ ടോയ്ലറ്റ് തുറന്നിട്ട് അതിന് ചാവി ഉണ്ടാവില്ല, പൂട്ടിയിട്ട് ഉസ്താവ് പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ സാധു ഇടങ്ങാറാവും, നിസ്കരിക്കാണ്ട് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ വസ്ത്രത്തിൽ വിസർജ്യമായി പോവുക. ഒരിക്കലും അങ്ങനെ. കാലമൊക്കെ പുരോഗമിച്ചു. പിന്നെ മൂത്രമൊഴിക്കാൻ രണ്ട് ചെറിയ അരമതിലുണ്ടാക്കി മനുഷ്യന്മാർ മൂത്രമൊഴിച്ചിരുന്ന കാലം. നമ്മൾ പണ്ടത്തെ പള്ളിയും നമ്മുടെ മദ്രസയിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു മൂത്രപ്പര. അതിനൊന്നും കുറ്റം പറയല്ല. പക്ഷേ ഒരു മനുഷ്യൻ അതിലിരുന്നാൽ കാലിൻ്റെ തുട കാണും. ഇനിയിപ്പോൾ അവരെ വേറെ വല്ല ഔറത്തും കാണുമെന്ന് എനിക്കറിയില്ല. ഒരു മറയില്ലാതെ അരമതിൽ ഒരു മനുഷ്യൻ നിന്നാ മറ്റോ മൂത്രയിട കാണും. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഒരു മനുഷ്യന്റെ ഔറത്ത് കാണുന്ന അവസ്ഥ ഹറാമല്ലേ? ഒരു മനുഷ്യന്റെ ഔറത്ത് കാണുന്നത്, കാൽമുട്ടിന്റെ മേലേക്ക് കാണുന്നത് ഹറാമാണ്. കാണിച്ചു കൊടുക്കലോ ഹറാമാണ്. നമ്മളൊക്കെ തുണി മടി പിടിച്ചിട്ടല്ലേ ഇരിക്കുക. ആ ഇരുത്തത്തിൽ നമ്മൾ നമ്മുടെ ഔറത്ത് മറ്റുള്ളവർ കാണാൻ അവസരം, ഔറത്തും അതിന്റെ ഉള്ളിലുള്ള ഔറത്തൊക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരും. അതുകൊണ്ട് ഡോറുള്ള സംവിധാനങ്ങൾ വേണം, വലിയ ചുമരുകളുള്ള മറയുള്ള സംഭവങ്ങൾ വേണം നമുക്ക് ടോയ്ലറ്റുകൾക്ക്. നമ്മൾ ഈ പള്ളിയൊക്കെ എത്രയും ഭംഗിയിൽ ഉണ്ടാക്കുമ്പോൾ എന്താ നല്ല ഫുൾ ബോഡി ആയിട്ടുള്ള നല്ല ഡോറുള്ള ടോയ്ലറ്റ് ഉണ്ടായിക്കൂടെ? പഴയ കാലത്ത് നമുക്ക് പറ്റൂലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെറുതാക്കി ചെറിയ സംഭവം ചെയ്തു. ഇപ്പൊ നമുക്ക് സൗകര്യങ്ങളില്ലേ? അതുകൊണ്ട് മൂത്രപ്പുരകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഔറത്ത് കാണുന്ന രീതിയിലാക്കരുത്. ഇപ്പൊ നേരെ കയറി ചെല്ലുന്നു, ഇവിടുന്ന് കയറി ചെല്ലുന്ന അവിടെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ ഔറത്തും കാണും കയറി ചെല്ലുമ്പോൾ തന്നെ. എന്താ അതുകൊണ്ട് കാര്യം? ഹറാമല്ലേ അത്? നമുക്ക് പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. പള്ളികൾക്ക് പൈസയും ഫണ്ടൊക്കെ ഉണ്ടോ? ദയവ് ചെയ്ത് നമ്മുടെ ഇത്തരം മൂത്രപ്പുരകളൊക്കെ ഒന്ന് പൊളിച്ചിട്ടെങ്കിലും നല്ല വൃത്തിയുള്ള ഫുൾ ഡോറുള്ള മറയുള്ളതാക്കിയിട്ട് മാറ്റണം. ടോയ്ലറ്റ് സംവിധാനവും ചെയ്തേക്കുക. അത് മുക്കറിനെ കൊണ്ട് കഴിയിപ്പിക്കരുത്. അത് നിങ്ങൾ ആരെങ്കിലും ക്ലീനസിനെ വിധിക്കണം. പള്ളിയിൽ വാങ്ങി വിളിക്കുന്ന, പള്ളി ഹിദ്മത്ത് ചെയ്യുന്ന മുഖ്രിക്കല്ല ഈ ടോയ്ലറ്റ് മനുഷ്യന്മാർ മൂത്രവെച്ചതും കഴുകേണ്ടത്. അത് ആ മനുഷ്യനെ നിന്ദിക്കലാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ക്ലീനാക്കാൻ എത്രയോ പണിക്കാരെ കിട്ടും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ പള്ളികളും നിങ്ങളുടെ പള്ളികൾക്ക് ശുദ്ധി വരുത്താനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നബി നിങ്ങൾ പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറ്റുമെങ്കിൽ പള്ളിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയുടെ ബിൽഡിങ്ങിനോട് ഒട്ടി നിൽക്കാതെ ഒന്ന് വിട്ടു നിൽക്കുന്ന മൂത്രപ്പുരകളാണ് പള്ളികൾക്ക് ഏറ്റവും ഖൈർ. വൃത്തിക്കും ദുർഗന്ധം വരാതിരിക്കാനും അവിടെ ശുദ്ധി ഉണ്ടാവാനും ഏറ്റവും നല്ലത് അങ്ങനെ. പള്ളിനോട് ഒട്ടിച്ചു വെക്കാണ്ടിരിക്കുക മൂത്രപ്പുര. ഒന്ന് വിട്ടു നിർത്തുക, സെപ്പറേറ്റ്. നടന്നു പോകാനല്ലോ, എന്തിനാ ടൈൽ വിരിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഒരു കട്ട വിരിച്ചാൽ നടന്നു പോകാലോ അതിന് പള്ളിയിലേക്ക് കയറാൻ. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട്. സാന്ദർഭികമായിട്ട് പറയാൻ, പഴയ പോലെ ഔറത്ത് കാണിക്കുന്ന പരിപാടി ഉണ്ടാവരുത്. പറഞ്ഞു വന്നത്, പള്ളിയിൽ പോയി ഉളു കൊടുക്കാം, ഓക്കെ. വീട്ടിൽ നിന്ന് ഉളു എടുത്തു പോവലാണ് അതിനെ